ഇപ്പം എന്ത് മോളോട്ട് ഉറക്കത്തിലാണ്. ഹായ് ഹലോ, ഞാനിപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ മീനൂട്ടനാണെന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞ അവരുടെ വീട്ടിൽ 4 ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഒരു പ്രസവരക്ഷ എന്ന് പറഞ്ഞൊരു കോഴ്സ് എടുത്തു. 10-21 ദിവസത്തെ ഒരു ഇതാണ്, നല്ലതാണ് ബോഡിക്കൊക്കെ. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വരും വീഡിയോയിൽ പറയാം. അപ്പം ഞാനിപ്പം അവളെ കാണാൻ വേണ്ടിയിട്ട് കറക്റ്റ് ട്രിവാൻഡ്രം ഉണ്ട്. അപ്പം ഞാൻ ആ റൂമിലോട്ട് പോകാൻ പോവാണ്. ഞാൻ വരുന്ന കാര്യം അവളുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവൾ എങ്ങനെയാണത് റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാം. കാരണം 2-3 ഇവിടെ കൊണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു 10-ാം തീയതിയാണോ 10-ാം തീയതി 9-ാം തീയതിയാണ് ഞാൻ കൊണ്ടാക്കിയത്. 9, 10, 11, 12, 13, 14, 15 5 ദിവസമായി കൊച്ചിനെ കണ്ടിട്ട്. അപ്പം തിരുവനന്തപുരം നമുക്ക് എപ്പോഴും ഇങ്ങനെ വരാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു 60-67 കിലോമീറ്റർ ഇതുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി അവിടെ നിന്ന് കാണാൻ പോവാണ്. അവിടെ ചെല്ലുമ്പം അവരുടെ ആ ഒരു ഇപ്പോൾ നമ്മൾ കാരണം പറയാതല്ലേ വരുന്നത്, ഇങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. എന്തിനു നിനക്ക് കരിയൊക്കെ എഴുതിയിരിക്കുന്നത്? ഇത് കൊച്ചിൻ ചേരി. ഹലോ, എന്തോടി ഞാൻ ഇങ്ങനെ ഒന്നൊരു സർപ്രൈസ് ആവാത്ത നീ? അച്ഛൻ ഞാൻ ആദ്യം വല്ല കൊച്ചിച്ചന്മാരെ കാണുമായിരിക്കുന്നത്. പിന്നെ കണ്ണ് അവിടെ അമ്മ നോക്കി ഇവിടെ നിന്ന് അല്ല വീഡിയോ കോൾ ചെയ്തേക്കുന്നത്. അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നു കണ്ടോ എന്തോടാ. അപ്പം ഞാൻ എൻ്റെ കൊച്ചി ഞാൻ വിചാരിച്ചു നീ അതാണ്ട് എന്നെ കാണുമ്പോൾ ഭയങ്കര സർപ്രൈസ് ആവുമായിരിക്കുന്നു. ഒരു തേങ്ങയില്ല. കൊച്ചിനെ നോക്കട്ടെ, എത്ര നാളെ കണ്ടിട്ട്. ഞാൻ ഫുഡ് കഴിക്കണം. നീ വല്ല ഫുഡ് ഉണ്ടോ? ഹായ് ചോറ് കഴിച്ചോ? കുഴപ്പമില്ല, നിങ്ങൾ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. അത് കുഴപ്പമില്ല, ഞാൻ കഴിച്ചിട്ടാ വന്നേ. കുഞ്ഞാബി ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരുന്നു. ഞാൻ നിനക്ക് വഴിയിൽ നിന്ന് ഞാറപ്പഴം മേടിച്ചായിരുന്നു. ഞാവൽപ്പഴം. ഞങ്ങളുടെ ഞാറപ്പഴം എന്ന് പറയും. അത് തന്നെ, ഞാറയെന്നും പറയും, ഞാവലെന്നും പറയും. വണ്ടിക്കകത്തിരിക്കുക. ഇവിടെ സർപ്രൈസ് അടിക്കാൻ വേണ്ടി കയറി വന്നു. ഇനി എടുത്തോണ്ടിട്ട് ഞാനിപ്പം സ്വാമിയാണ്, സ്വാമീശ്വരൻ. ജൂനിയർ മൈ ഡ്രീം വേൾഡ്. നമുക്ക് പോറ്റും കുട്ടി വളർത്തണം, കോഴിക്കൊച്ചിനെ നോക്കണം, കാളക്കുട്ടിനെ വളർത്തണം. ഇതൊക്കെ ജോലിയാ എൻ്റെ മോളി. ഉറക്കാനോടി പിന്നെ നീ? എടേ രൂപയുടെ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും നമ്മുടെ ഏരിയയിൽ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോക്കോ. കാരണം അവൾ അടുത്ത പ്രസവിക്കാറായി. ചുമ്മാറിനെ ഡോക്ടർ ഒന്നുമില്ലല്ലേ? ചക്കച്ചപ്പഞ്ഞി സുന്ദരി ഭാവിയോ നല്ല ഉറക്കുന്നു. രാത്രിയിലാന്ന് കീറ്റില്. ഹെഡ്സെറ്റ് കൊണ്ടൊന്നുമില്ല. ഉറക്കമില്ലാത്ത രാത്രികൾ, പകലുകൾ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. ചക്കച്ചപ്പഞ്ഞി ആരാ? മീനിന്റെ അത്ര ഇല്ലയോ? അവിടെ ഇരിക്കും. എന്റെ കാലിരുന്നു. ഞാൻ കരയത്തില്ലായിരുന്നു. ഞാൻ അമ്മ എനിക്ക് കരച്ചിട്ട് വരുമ്പോൾ അമ്മേനെ തൊഴുത്തി കൊടുക്കണം. അതുകൊണ്ട് എനിക്ക് പശുക്കളൊക്കെ ഇത്ര ഇഷ്ടം. നോക്കിയാ കൊച്ചിനെ നോക്കി. എഴുതി അങ്ങോട്ട്. ചുമ്മാറിഞ്ഞു. മോളി അയ്യോ സോറി. വാവി കുഞ്ഞു വാവേ അല്ലേ? അത് വേണ്ട, പുതിയ ട്രെൻഡല്ലേ? ജിങ്കിനമണി സിറിച്ചു പൊട്ടാനെങ്കിൽ ആണി. അയ്യോ
ഭയങ്കര ഇഷ്ടമാണ്. കണ്ണേ ഉറങ്ങുറങ്ങുറങ്ങ് ഇങ്ങനെ പൊന്നോമനെ പൊന്നേ ഉറങ്ങുറങ്ങുറങ്ങ് കുലുക്കിത്തക്കത്തി കുലുക്കിത്തക്കത്ത കുലുക്കിത്തക്കത്തി കുലുക്കിത്തക്കത്ത ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിൽ ഏതോ ഓർമ്മകള കിനാവിൻ മുത്തേ നീ വന്നു ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ ഇനി കുറച്ചു നേരം ഇവരുടെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഹലോ, ഇത് വാവ് ഉറങ്ങി കേട്ടോ, കണ്ട കൈയൊക്കെ വായി വെച്ച് അയ്യോ 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 അമ്മയോടില്ല, അമ്മ അപ്പുറത്തോട്ട് അങ്ങോട്ട് പോയേക്കുക, കരയല്ലേ, നമുക്കിത് എക്സ്പീരിയൻസിലല്ല. ഉറങ്ങിക്കോ, വാ വാ വോ. ഹലോ, കണ്ട എൻ്റെ മോളെ കണ്ട, ഉറങ്ങുന്നുണ്ട് കൊച്ചുറങ്ങുന്നുണ്ട്. ഉയ്യോ, ഞാനും ഇവിടെ ഉറങ്ങാം. ഇവിടെ നല്ല സുഖം, AC ഉണ്ട്, ഫാനുണ്ട്, TV ഉണ്ട്, പിന്നെ ഇവിടെ ഊഞ്ഞാലുണ്ട്, അങ്ങനെ എല്ലാ പരിപാടിയും. ഞാൻ എൻ്റെ കൊച്ചുകുളി ഇറങ്ങിയത് തന്നെ ഉറങ്ങും. നോക്കളെ, സത്യം പറഞ്ഞാൽ എന്താ പറയുക, വല്ലാത്തൊരു ഹാപ്പി ആട്ടോ. പക്ഷേ ഇതൊന്ന് എഴുന്നേറ്റ് കണ്ടു. ഇനിയിപ്പോൾ രാത്രി നല്ല കീറ്റിലായിരിക്കും, അതുകൊണ്ട് എന്തായാലും ഞാൻ നാളെ രാവിലെ പോകുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവന്മാരെല്ലാം വിളിച്ച് ഏൽപ്പിച്ച്. ഇപ്പം എന്തി മോളോട്ട് ഉറക്കത്തിലാണ്, കിടന്നുറങ്ങിക്കോട്ടെ. അവളാണെങ്കിൽ കുളിക്കാനൊക്കെ ആയിട്ട് അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാൻ അങ്ങോട്ട് ഇവിടുന്ന് ഇറങ്ങുവാണ്. ബാക്കി നമുക്ക് ഇറങ്ങിയിട്ട് പറയാം. അപ്പോൾ ഞാനങ്ങോട്ട് പോവുകയാണ്. കാരണം നമുക്കൊരു ഇവിടുന്നൊരു 1:45 മണിക്കൂർ യാത്രയുണ്ട്. നേരത്തെ എത്തണം. നമ്മുടെ രാജയൊക്കെ വയലിലാണ്, പശുക്കുട്ടിയെ കയ്യെത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടുന്ന് വിടുവാണ്. അപ്പോൾ എന്തായാലും കാണാൻ പറ്റി, നല്ല രസം. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന്. ഇവിടെ ആകുമ്പം ഫുഡ് എല്ലാ പരിപാടിയും ഉണ്ട്, അടിപൊളിയാണ്. ഞാൻ പറയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുവായിരുന്നു എന്നുള്ളത്. ചില ആൾക്കാർക്കൊക്കെ ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കാണ്, ഒരിക്കലും വേറെ സത്യം. അപ്പോൾ ഇതൊരു പ്രസവരക്ഷ എന്ന് പറയുന്ന സംഭവമാണ്. കാരണം അത്യാവശ്യം നമ്മുടെ വൈഫിന് നമ്മളത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് അടിപൊളിയായിരിക്കും, കുട്ടിയുടെ ഹെൽത്ത് അടിപൊളിയായിരിക്കും. അതാണ് സംഭവം. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഇനി ഒരു 19-ാം തീയതിയൊക്കെ ആകുമ്പം ഒന്ന് വരണം. കൊച്ചിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും അതും ഇതൊക്കെ ഉണ്ട്, അതും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ അത് തന്നെ. കുട്ടികളാരും കണ്ടല്ലോ, കുറേ പേര് എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചായിരുന്നു കുട്ടിയുടെ ഒരു വീഡിയോ ചെയ്യൂ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇതായിട്ടുള്ള വീഡിയോ അല്ല, എനിക്ക് രാവിലെ ആയപ്പോൾ ഒന്ന് കാണാൻ തോന്നി. അങ്ങനെ ഞാൻ ഇവിടം വരെ വന്നു. രാവിലെ ഇരുന്നിട്ട് ജോലിയെല്ലാം ഒതുക്കിയിട്ടാണ് വന്നത്. കുറച്ച് നേരം അവരോടൊക്കെ ഇരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചു, കുറേ സംസാരിച്ചു. ഇനിയിപ്പം അവരെ ഇപ്പം വന്നപ്പോൾ അവളോട് പറയാനും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെന്തായത്, അവളെ കുളിപ്പിക്കാനായിട്ട് അവർ കൊണ്ടുപോയി. നഴ്സുമാർ അവരുടേതായിട്ടുള്ള ആയുർവേദ രീതിയിൽ കിഴിയുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാനിനി എന്താ പറയുന്നത്, അപ്പോൾ ശരിയെന്നാൽ പുതിയ അപ്ഡേഷൻ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ കാണാം. ബൈ.